ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കംപ്ലൈൻ്റ് ആണ് നോക്കുന്നത്. അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും നമ്മുടെ LED ലൈറ്റ്സ് ചെറുതായിട്ട് പ്രകാശിച്ചിരുന്നു. ഇത് നിങ്ങൾക്ക് പൊതുവെ കാണുന്നൊരു കംപ്ലൈൻറ്റ്സ് ആണ്. കണ്ടോ, ഇതിപ്പോൾ സ്വിച്ച് ഓഫായിരുന്നാലും അതിൻ്റെ ലോ ബ്രൈറ്റിൽ എപ്പോഴും LED ലൈറ്റ് വർക്ക് ചെയ്യുന്നു. ഇതിപ്പോൾ ഓൺ ചെയ്ത സമയത്തുള്ള ലൈറ്റാണ്. നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങളെ. നമ്മൾ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തു. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ലൈറ്റ് ഫുൾ ടൈം കത്തി കിടക്കുന്നത് കാണിച്ചു തരാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടും അതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ. അതായത് ലോ ബ്രൈറ്റിൽ എപ്പോഴും ആ ലൈറ്റ് LED ലൈറ്റ്സ് കത്തി കിടക്കും. ഇതെന്നാലും ഇൻഡക്ഷൻ മുഖേനയോ ഇൻഡക്ഷൻ വരുന്ന കറണ്ടാണ് ശരിക്കും ഈ ലൈറ്റ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അതായത് ഇൻഡക്ഷനിൽ ഒരു വയറിൻ്റെ സൈഡിലൂടെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഇൻഡക്ഷൻ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ആ ഇൻഡക്ഷൻ കറണ്ടാണ് ഓൾറെഡി ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഇൻഡക്ഷൻ വരുന്നത്, ഏത് സെക്ഷനിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ നമുക്കൊന്ന് സ്വിച്ച് അഴിച്ച് നോക്കാം. സ്വിച്ചിൽ ഇത് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ ഇത് ഓൾറെഡി കൊടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ വയറാണ്. അതായത് പഴയ വയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പഴയ വയർ നമ്മുടെ ഫേസിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത സമയത്താണ് ഇത് നോക്കുക. ഓഫ് ചെയ്ത സമയത്തും ഓൺ ചെയ്യുന്ന സമയത്തും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓഫ് ചെയ്ത സമയത്താണെങ്കിൽ അതിൻ്റെ അകത്ത് സപ്ലൈ വരുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇൻഡക്ഷൻ, അതായത് സ്വിച്ചിൻ്റെ അകത്ത് ഇൻഡക്ഷൻ വരുന്നുണ്ട്. സ്വിച്ചിൻ്റെ അകത്ത് ആ ടെർമിനലിൽ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഓഫ് ചെയ്താലും പൊസിഷനിലേക്ക് കറണ്ട് വരുന്ന അവസ്ഥയാണ്. ആദ്യമേ തന്നെ സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്യുക. സ്വിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നോക്കിയേ, പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് സ്വിച്ച് ഓഫ് പൊസിഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയറൊന്ന് വിടിയിച്ച്, അതായത് അതിൽ നിന്ന് വയറൊന്ന് വിടിയിച്ചിട്ട് നോക്കുക. വയറൊന്ന് വിടിയിച്ചിട്ട് നോക്കിയാൽ പിന്നീട് വർക്ക് ചെയ്യേണ്ടോ എന്ന് നോക്കണം. ഇൻഡക്ഷൻ വരുന്നുണ്ടോ എന്ന് അറിയണം. ആ വയർ സ്വിച്ചിൽ നിന്നുള്ള മഞ്ഞ വയർ നമ്മളവിടെ വിടിയിച്ച് മാറ്റി. ഇനി നമ്മൾ കറണ്ട് വരുന്നുണ്ടോ മുകളിലത്തെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനി നമ്മളിപ്പോൾ സ്വിച്ച് ബൾബിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ന്യൂട്രൽ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ആ ഫേസ് വയറാണ് നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്ത് വരുന്ന, കൺട്രോൾ ചെയ്ത് വരുന്ന ഫേസ് വയർ നമ്മൾ മുകളിൽ വിടിയിച്ചിട്ടേക്കാണ്. ഇപ്പോൾ അതിൽ കറണ്ട് വരണമെന്ന് നമ്മൾ നോക്കി അറിയാൻ പറ്റും. കണ്ടോ, കറണ്ട് ഉണ്ടല്ലോ ഓൾറെഡി. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻഡക്ഷൻ കറണ്ട് വരുന്നുണ്ട്. കണ്ടോ, നിങ്ങൾ നോക്കി കണ്ടോ, സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും അത് ബൾബിൽ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടിയും അതിൻ്റെ അകത്ത് ഇൻഡക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇത് പ്ലാസ്റ്റിക് വയർ ആയതുകൊണ്ട് അത് മാത്രമല്ല, ചൂടാവുകയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് വയർ മറ്റ് വയറിനായിട്ട്, അതായത് ഫേസ് വയറായിട്ട് ചെറിയ രീതിയിൽ ഇൻഡക്ഷനോ അല്ലെങ്കിൽ ലെസ്റ്റ് ടച്ചിങ്ങോ കാര്യങ്ങളോ എങ്ങനെയെങ്കിലും വന്നിട്ടുണ്ടോ. ആ ഒറ്റ കാരണം കൊണ്ടാണ് അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടിയും അതിനകത്ത് ഇൻഡക്ഷൻ കാണിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, കർവ് ചെയ്ത് പോകുന്നു. പിന്നെ അടുത്തത് ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ വയറാണെന്ന് കംപ്ലൈൻറ്റ് മനസ്സിലാക്കി. വയർ മാത്രമല്ല, ഇനി എന്തെങ്കിലും നോക്കുക. നമ്മൾ ഈ ഹോൾഡർ ഒന്ന് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. കണ്ടോ, ഹോൾഡർ ഓൾറെഡി ഭയങ്കരമായിട്ട് അതിൻ്റെ അകത്ത് ക്ലേയും കാര്യങ്ങളൊക്കെ പിടിച്ച് വളരെ വൃത്തിയായിട്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഹോൾഡർ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തു. ഹോൾഡർ നമ്മൾ ചേഞ്ച് ചെയ്ത് നല്ലൊരു ഹോൾഡർ നമ്മൾ പിടിപ്പിച്ചു. അപ്പോൾ ഹോൾഡറിൻ്റെ ഭാഗത്തും ഇതുപോലെ തന്നെ ഇൻഡക്ഷൻ മുഖേന കറണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹോൾഡറും ഇതുപോലെ തന്നെ ചെളി പിടിക്കുകയോ അതിൻ്റെ അകത്ത് വെള്ളം കയറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഉണങ്ങിയാൽ കൂടി ആ ചെളിയിൽ നിന്ന് ഇൻഡക്ഷൻ മുഖേന ജസ്റ്റ് കറണ്ട് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഹോൾഡറും കംപ്ലൈൻ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഹോൾഡർ മാറ്റി പുതിയ ഹോൾഡർ ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, പുതിയ ഹോൾഡർ ഇട്ട് മാറ്റി ആ വയറും മാറ്റി കളഞ്ഞു. അതായത് നമ്മൾ ആ സ്വിച്ചിലേക്ക് വരുന്ന ഇൻഡക്ഷൻ മുഖേനയുള്ള വയറും മാറ്റി കളഞ്ഞു. അതുപോലെ തന്നെ ഹോൾഡർ മാറ്റി കളഞ്ഞു. ഹോൾഡർ മാറ്റി ആ വയർ, അതായത് പാസ് ചെയ്തിരുന്ന വയറും മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ്സ് പൂർണ്ണമായിട്ടും ഓക്കെ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഹോൾഡറിൻ്റെ ഏരിയയിലേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് എങ്ങനെ വന്നാലും ഇൻഡക്ഷൻ മുഖേന ജസ്റ്റ് ഒരു പാസിങ് രീതിയിലുള്ള കറണ്ട് വരും. അത് ആ ഹോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന അതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് വയർ ആയിരുന്നു നേരത്തെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ അത് കണ്ടിരുന്ന മെയിൻ്റനൻസിൽ നമ്മൾ കണ്ടതാണ്. പ്ലാസ്റ്റിക് വയർ ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഇൻഡക്ഷൻ മുഖേന പെട്ടെന്ന് കറണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഇൻഡക്ഷനിലാണ് നമ്മുടെ ഈ ബൾബ് ഇത്രയും നാൾ ഓഫ് ചെയ്താലും കത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഇൻഡക്ഷൻ വരാനുള്ള ചാൻസസ് കംപ്ലീറ്റ് ഒഴിവാക്കി വയർ മാറ്റി കളഞ്ഞു. അതുപോലെ തന്നെ ഹോൾഡർ മാറ്റി കളഞ്ഞപ്പോൾ കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ടും ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.